കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചർ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂട്ടത്തിൽ മെയിനായിട്ട് സംസാരിച്ച ഒരു കാര്യം റാണി പി സദാശിവനെ പറ്റിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബഷീറുടെയൊക്കെ ഇഷ്യൂ നടക്കുന്നതിൻ്റെ സമയത്ത് ഒരു യൂട്യൂബർ ഈ ഇഷ്യൂവിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴെ ചെന്ന് ഈ ഒരു റാണി പി സദാശിവൻ ദീപ്തി ടീച്ചറിനെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ അതിനകത്ത് റാണി പി സദാശിവൻ വന്നിട്ട് ദീപ്തി ടീച്ചറിൻ്റെ പേരിൽ കുറേയധികം മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ദീപ്തി ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് ദീപ്തി ടീച്ചറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. കുറേ നാളായിട്ട് ഞാൻ അവരെ ഇങ്ങനെ വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനുണ്ടെങ്കിൽ അവരെ മോളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇതൊന്നും ചെയ്യാഞ്ഞത്. കാരണം ആ ഒരു കുട്ടി ഇത് കൊണ്ട് പ്രശ്നം വേണ്ട എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ എന്നെ വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടഫായിട്ടുള്ള ടൈമിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് പോലും ഇങ്ങനത്തുള്ള കമൻ്റ് ഇടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. എനിക്കെതിരെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞ കുറേയധികം പേരെ ഞാൻ അത് പോട്ടെ എന്ന് വെച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് ഞാൻ ഒരിക്കലും ഇനി നോക്കുന്നതല്ല. ഇനി മുമ്പോട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർന്നിട്ട് ഇവർക്കെതിരെ പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നാൾ ഞാൻ വിചാരിച്ച കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ എന്നിരുന്നിട്ട് പോലും എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി അവരെ വെറുതെ വിടുന്നതായിരിക്കത്തില്ല. അവർക്ക് വേണ്ടി ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നതായിരിക്കും എന്ന് ദീപ്തി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.